മോചിപ്പിക്കുന്നതിന് മുമ്പ് ഹമാസ് പോരാളികളുടെ നെറ്റിയിൽ ചുംബിച്ച് ഇസ്രായേലി ബന്ദി. സെൻട്രൽ ഗസയിലെ നുസൈറത്ത് ക്യാമ്പിൽ 3 ബന്ദികളെ കൈമാറുന്നതിനിടെയാണ് ബന്ദിയായ എലിയ കോഹൻ ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസ്സാം ബ്രിഗേഡ്സ് പോരാളികളുടെ നെറ്റിയിൽ ചുംബിച്ചത്. വളരെ സന്തോഷവാന്മാരായാണ് ബന്ദികൾ വേദിയിലെത്തിയത്. ബന്ദി ഹമാസ് പോരാളികളുടെ നെറ്റിയിൽ ചുംബിക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതിനിടെ ഗസ വെടിനിർത്തൽ കരാർ പ്രകാരം 6 ഇസ്രായേൽ ബന്ദികളെ കൂടി ഹമാസ് കൈമാറി. ബന്ദി കൈമാറ്റത്തിന് പിന്നാലെ 602 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു. ഇതോടെ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടമായി 25 ബന്ദികളെ ഹമാസ് കൈമാറി. ആദ്യഘട്ടമായി 33 ബന്ദികളെ കൈമാറണമെന്നാണ് വെടിനിർത്തൽ കരാർ. മോചിപ്പിക്കപ്പെട്ട 602 തടവുകാരിൽ 50 പേർ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവരും 60 പേർക്ക് ദീർഘകാല തടവ് ശിക്ഷ ലഭിച്ചവരുമാണെന്ന് ഫലസ്തീൻ അധികൃതർ അറിയിച്ചു. മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളിൽ 445 ഫലസ്തീനികളെ ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഇസ്രായേൽ പിടികൂടിയതാണ്. അതേസമയം ബന്ദിയായിരിക്കെ കൊല്ലപ്പെട്ട ഇസ്രായേലി വനിത ഷിറി ബീബസിൻ്റെ യഥാർത്ഥ മൃതദേഹം വെള്ളിയാഴ്ച ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നു. റെഡ് ക്രോസ് അധികൃതർക്കാണ് മൃതദേഹം കൈമാറിയത്. ഹമാസിൻ്റെ ബന്ദിയായിരിക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഷിറി കൊല്ലപ്പെട്ടത്. ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.